സിബിനാണ് സബ്ജക്റ്റ്. സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ആക്ച്വലി നല്ലൊരു നീക്കമാണ്. സിബിൻ ഇത് മുൻപേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും സിബിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, സിബിൻ പ്ലീസ് ഇത് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ല വെച്ചാൽ ഇപ്പോൾ കാണുന്ന കുറേ പട്ടി ഷോ ഉണ്ടല്ലോ, ഇതേപോലെ ഒരു പട്ടി ഷോ നിങ്ങൾക്കും കാണേണ്ടി വരും എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇവരുടെ വിവാഹമോചനത്തിന് മുമ്പ്, അതായത് ഇവർ അമിക്കബിളി, അതായത് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഇവർ സിഗ്നേച്ചർ ഇടുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടിരുന്നു. അന്ന് ഒരു യൂട്യൂബറുടെ അടുത്ത് പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ എക്സ് വൈഫ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സിബിൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ഫെയിമാണ്. ബിഗ് ബോസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. നല്ലൊരു പ്ലെയർ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. സെക്കൻഡ് തിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനകത്തേക്ക് പോയപ്പം വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറ്റം പറയുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. ഇടപെട്ടു, അത് സോൾവ് ചെയ്തു. അവർ മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ സിഗ്നേച്ചർ ഇട്ടു. കുട്ടിക്ക് ചെലവിന് കൊടുക്കാന്നുള്ള സമ്മതപത്രത്തിൽ സിഗ്നേച്ചർ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഇപ്പോഴും നടക്കുന്ന വളരെ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇവർക്ക് യൂട്യൂബുണ്ട്. ഇത് തന്നെയാണ് പ്രശ്നം. രണ്ടും യൂട്യൂബേഴ്സും കൂടെ ചേർന്ന് ഇനി ഇത് സോഷ്യൽ മീഡിയ ഒരു വിഷയമാകും. ഇതിനു വേണ്ടി ഒരു പടയുണ്ടാവും. ആ പട ഈ പടയിലൂടെ, ഈ പട ആ പടയിലൂടെ ഒരു ബഹളമാണ് ഇവിടെ നടക്കുന്നത്. വാസ്തവം എന്താണെന്ന് അറിയുന്നവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ അവർ ലോകത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ത്രീയാകുന്ന ഒരു സീനാരിയോ ഉണ്ട്. എനിവേ, വിഷയത്തിലേക്ക് വരാം. സിബിൻ പറയുന്ന ഒരു കാര്യം, സിബിൻ കുട്ടിയെ നോക്കുന്നില്ല എന്നുള്ളതാണ് കമൻസ്. സിബിൻ കുട്ടിയെ നോക്കുന്നില്ല എന്ന് പറയുന്നത് എക്സ് വൈഫുമാണ്. പക്ഷേ സിബിൻ അവകാശപ്പെടുന്നത് അദ്ദേഹം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, നോക്കാൻ ചെല്ലുമ്പോൾ കാണിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു ഡ്രാമയല്ലേ? ശരിക്കും പറഞ്ഞാൽ സിബിൻ പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. സിബിനെ പോലെ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്നാമത്തെ കാര്യം, സിബിൻ മാസം പൈസ അയച്ചു കൊടുക്കുന്നത് ബാങ്ക് ത്രൂ ആണ്. സിബിൻ്റെ ഏറ്റവും പ്രിയോറിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തി ഒരു പെണ്ണെ പ്രേമിക്കുന്നു, വിവാഹം കഴിക്കുന്നു. അവൾ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് കുറച്ച് ഉയർന്നവളായതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു കുറവും വരുത്താതിരിക്കാൻ സ്വന്തം വീട്ടിൽ പോലും കൊണ്ടുപോകുന്നതിന് പകരം വീട് വാടകയ്ക്ക് എടുത്ത് എല്ലാ സൗകര്യത്തിലും അവളെ സ്വസ്ഥമായി സുഖമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കടങ്ങൾ കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ 23 വയസ്സുള്ള ഒരു പയ്യൻ വിവാഹം കഴിക്കുമ്പോൾ മെച്യൂരിറ്റി ലെവൽ കുറവായിരിക്കും. അവൻ പൊതുസമൂഹത്തിൽ എന്താകുന്നോ, അവനെ കൊണ്ട് പറ്റുന്നോ അതിൻ്റെ മുകളിൽ കടവും ധനവും ഒക്കെ വാങ്ങിച്ച് അവൾക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കുമ്പോൾ അത് പോരാതെ വരുന്ന ഒരു സിറ്റുവേഷൻ അവൾ കാണിക്കുമ്പോൾ അമിക്കബിളി അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അവൻ തീരുമാനിച്ചത്. രണ്ടു പേർക്കിടയിലും ഒരുപാട് പേരുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ഒക്കെ പേര് ഇടപെട്ടിട്ടും പ്രശ്നം സോൾവ് ആകാത്ത സ്ഥിതിക്ക് അവൾ വാക്കൗട്ട് ചെയ്യുന്നു. അവനും അത് മനസ്സിലാക്കി വാശിയുടെ പുറത്താണ് രണ്ടുപേരും പിരിഞ്ഞു പോകുന്നത്. ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെലവിന് അവൾ ചോദിക്കുന്നു, ഡിമാൻഡ് വയ്ക്കുന്നു, അത് കൊടുക്കുന്നു. വിവാഹത്തിന് ശേഷം നടക്കുന്ന മിക്കവാറുമുള്ള കേസുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, വിവാഹത്തിന് ശേഷം വിവാഹമോചനം വന്നാൽ പെണ്ണിന് നഷ്ടപരിഹാരം വേണം. അതെന്താ? ആണിന് നഷ്ടപരിഹാരമില്ലേ? ആണിന് നഷ്ടമൊന്നുമില്ലേ? ഒരേപോലെയല്ലേ? രണ്ട് വീട്ടുകാരും എൻഗേജ് ചെയ്യുന്നു, രണ്ട് വീട്ടുകാരും ഒരേപോലെ ഫംഗ്ഷൻ നടത്തുന്നു, രണ്ട് വീട്ടുകാർക്ക് എക്സ്പെൻസ് ഉണ്ട്. പിന്നെന്തിനാ പെണ്ണിന് മാത്രം ഒരു ചെലവിൻ്റെ പൈസ കൊടുക്കുന്നത്? എനിക്കത് മനസ്സിലായിട്ടില്ല. ജീവനാംശം പെണ്ണിന് കിട്ടേണ്ട കാര്യം എന്താ? പെണ്ണിനെന്താ പ്രിവിലേജ്? പണ്ടത്തെ സാമൂഹിക വ്യവസ്ഥയിൽ പെണ്ണിനെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ലായിരുന്നു. അവൾ വീട്ടിൽ തന്നെ വീട്ടോടെ കിടക്കുന്ന ഒരു രീതിയാണ്. വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കുപ്പ പറക്കി നടക്കുന്ന ഒരുത്തി. അതിനപ്പുറം വലിയ വാല്യൂ ഒന്നും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മക്കൾ കൊടുക്കും, അമ്മ എന്നൊരു സ്ഥാനം. അതിനപ്പുറം ഓരോ സ്ത്രീയും ഇതൊക്കെ അനുഭവിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ വ്യവസ്ഥ മാറ്റമുണ്ട്, രണ്ടുപേരും ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെന്തിനാണ് അവൾക്ക് കൊടുക്കുന്നത്? ഞാനൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു, ഇത്ര സ്വർണം എൻ്റെ വീട്ടുകാർ ഡിമാൻഡ് ചെയ്യുന്നു, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഡിമാൻഡ് ചെയ്യുന്നു, എൻ്റെ വീട്ടുകാരത് ചെയ്ത് അവിടെ കൊടുക്കുന്നു. ശരി, അതനുസരിച്ചിട്ട് പിന്നീടുള്ള ചിലവുകൾക്ക് ആ പണം എടുത്ത് ചിലവഴിക്കുന്നു. അവസാനം ഇതെല്ലാം തീരുമ്പോൾ കുറ്റം അയാളുടെ തലയിൽ മാത്രം വരുന്നില്ല. നീ ആഹാരം കഴിച്ചില്ലേ, നീ വായിക്കാത്ത എന്തെങ്കിലും ഇട്ട് വെച്ചിരുന്നു, അത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരുന്നു, നീ കഴിച്ചു, നീ തിന്നു, നിനക്ക് ഡ്രസ്സ് വാങ്ങി നിന്നെ കൊണ്ട് ചുറ്റി, ആ പൈസയ്ക്ക് കണക്കില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ കോടതികൾ എന്താണ് ഇനിയും മാറി ചിന്തിക്കാത്തതെന്ന്. 1960കളിലാണ് സ്ത്രീധന നിരോധന നിയമം വന്നത്. ഈ നിരോധന നിയമം വന്ന സ്ഥിതിക്ക് കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമല്ലേ? അതെന്താണ് കോടതികൾ പരിഗണിക്കുന്നത്? ഈ സ്ത്രീധനത്തിനെതിരെയുള്ള കേസ് കൊടുക്കുന്നതും കുറ്റമാണല്ലോ. അപ്പോൾ പിന്നെ എന്തിനു കൊടുക്കുന്നവർക്ക് എതിരെ കേസ് കൊടുക്കാതെ വാങ്ങിയവർക്കെതിരെ കൊടുക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, നിയമത്തിൻ്റെ ഈ ഒരു പഴുതുകൾ അല്ലെങ്കിൽ ഈ ലൂപ്പ് ഹോൾ കൃത്യമായി ബോധ്യപ്പെടാത്ത വക്കീലന്മാരുള്ളത് കൊണ്ടല്ലേ ഇത് സക്സസ് ആയി പോകുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടിപ്പോകുന്നത്. സ്വർണം വാങ്ങിച്ച് അവൾക്ക് ഇട്ട് അണിഞ്ഞൊരുങ്ങി അവളുടെ ദേഹത്തിടുന്ന സ്വർണത്തിന് മറ്റുള്ളവർ കണക്ക് പറയേണ്ട കാര്യം എന്താ? നിന്റെ ദേഹത്ത് നിനക്ക് ഭംഗിക്ക് വേണ്ടി ഇട്ട് തരുന്ന സ്വർണം അത് നീ ഊരി കൊടുത്തിട്ടല്ലേ അവൻ കൊണ്ടുപോയിരിക്കുന്നത്. എന്താ ബന്ധബുദ്ധിയാണോ? വിവാഹം കഴിച്ച് കുഞ്ഞുണ്ടാക്കാൻ ബുദ്ധിയുണ്ടല്ലോ, അപ്പോൾ ഇത് ഊരി കൊടുക്കുമ്പോൾ ബുദ്ധി എവിടെ പോയി? ആദ്യം ഊരി കൊടുക്കുമ്പോൾ തന്നെ വീട്ടിൽ പറയണമായിരുന്നു എൻ്റെ സ്വന്തം സ്വർണ്ണം എന്താ ഊരി കൊണ്ടുപോകണേന്ന്. നിനക്കും കുഞ്ഞുങ്ങൾക്കും ചെലവിന് തരാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക. അതെന്താ, നീ ഫ്രീ ആണോ?
പിന്നെ സെക്സ് അതെന്താ നീ എൻജോയ് ചെയ്തില്ലേ? അവൻ മാത്രമേ ചെയ്തുള്ളൂ? നിനക്ക് സുഖം ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. വിവാഹ ബന്ധത്തിൽ രണ്ടുപേർ വേർപിരിയുമ്പോൾ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ, കൊണ്ടുപോകുന്ന അവളുടെ സ്വത്ത് പരിപാടികൾ അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അവന്റെ കയ്യിൽ നിന്ന് ആ സ്വത്ത് നിനക്ക് തിരിച്ചു വേണമെങ്കിൽ അത്രയും ദിവസം നീ അവിടെ താമസിച്ചതിന്റെ പൈസയും നീ തിന്ന ആഹാരത്തിന്റെ കണക്കും കൊടുക്കണം. ആ എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ട് നീ അത് വാങ്ങിക്കൊണ്ട് പോകണം. ഡബിൾ ആയിരിക്കും, തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ വിവാഹമോചനം നടത്തുമ്പോൾ ജീവനാംശം, ചെലവിന് കൊടുപ്പ്, ഇതൊക്കെ വളരെ വൾഗറാണ്. പെണ്ണുങ്ങളെ ജോലിക്ക് വിടാതെ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം. ഇന്നത്തെ അവസ്ഥയിൽ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ട് വ്യക്തികൾ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നതിനാണ് ജീവിതം എന്ന് പറയുക. പങ്കാളികളാണ്, ഇണകളാണ്. അവിടെ അടിച്ചമർത്തപ്പെടുകയും പീഡനം അനുഭവിക്കുകയൊക്കെ ചെയ്ത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. ഒരടി അടിച്ച് അന്ന് ഇറങ്ങിപ്പോകണം. തിരിച്ചടിച്ചു നോക്ക്, അപ്പം അറിയാം കഥ. അങ്ങോട്ടടിച്ചാൽ പറ്റത്തില്ല, ഇങ്ങോട്ടടിച്ചാൽ ഓക്കെ എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ വ്യവസ്ഥ തന്നെ മാറേണ്ട ഒരു അവസ്ഥയുണ്ട്. സിബിൻ്റെ വിഷയത്തിൽ സിബിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അയാളുടെ വാക്കുകളിൽ പറയുന്നത്. കുറച്ച് ഭാഗം കേൾക്കാം. ഡെഫിനറ്റ്ലി റയൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ നമ്പർ 1 എപ്പോഴും റയനാണ്. അതിലൊരു മാറ്റമില്ല. അവന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പം ബേസിക്കലി എനിക്കുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ മകനെ നോക്കാത്തവൻ എന്നാണ്. സ്വന്തം മകനെ തിരിഞ്ഞ് നോക്കാത്തവൻ. ആക്ച്വലി റയാൻ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നത് റയന് 2 വയസ്സ് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അന്ന് നമ്മൾ ഫിനാൻഷ്യലി ഇത്ര സ്റ്റേബിൾ ഒന്നും അല്ല, എപ്പോഴും ബാംഗ്ലൂർ പോകാനൊന്നുള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ മാക്സിമം റയനായിട്ട് പോകും. അവിടെ നിൽക്കാറുണ്ട്. ഞാൻ അവിടെ പോയി നിന്ന് അവനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രാജ്വലി ഞാനും എൻ്റെ മുൻ ഭാര്യയും തമ്മിൽ വർക്കാവില്ല എന്നുള്ളൊരു സാഹചര്യം എത്തിയല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ തമ്മിലാകും. പിന്നെ എന്നെ മകനെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരനുമായി സംസാരിച്ച ഓഡിയോ മെസ്സേജിൻ്റെ ശകലങ്ങൾ കട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി സംസാരിച്ച ഓഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? അതെന്തിനാ കൂട്ടുകാരൻ അത് അങ്ങനെ ഒരാൾക്ക് കൊടുത്തത്? എന്തിനാണ്? അതെൻ്റെ എക്സ് കൂട്ടുകാരനാണ്. എൻ്റെ എക്സ് കൂട്ടുകാരനായതിനു ശേഷമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ വെച്ചിട്ട് പിന്നെ ഈ പറയുന്ന ഒരു ഇതുപോലൊരു യൂട്യൂബ് ചാനൽ വന്നിരുന്ന് ഈ ഓഡിയോ മെസ്സേജുകൾ പുറത്തു വിടുക, അതിൻ്റെ എഡിറ്റഡ് സാധനങ്ങൾ, ഞാൻ ദേഷ്യപ്പെടുന്ന സാധനങ്ങൾ മാത്രം പുറത്ത് വിട്ടിട്ട് എനിക്കുള്ള ഒരു റോങ്. പിന്നെ ഏതോ ഒരു മാസത്തിന് ശേഷം മകനെ നോക്കിയിട്ടേ ഇല്ല എന്ന് പറയുന്നത്. 2020 കോവിഡ് ഹിറ്റ് ചെയ്യുന്ന മാർച്ച് വരെ എല്ലാ മാസവും കൃത്യമായിട്ട് 25,000 എൻ്റെ മകനെ ഞാൻ അയച്ചുള്ളൂ. പുള്ളിക്കാരത്തെ അക്കൗണ്ടിലാണ് ഞാൻ പൈസ കൊടുക്കുന്നത്, അല്ലാതെ നേരിട്ട് ക്യാഷ് ആയിട്ടൊന്നല്ല. തിരിഞ്ഞു നോക്കാത്ത ഞാനാണെങ്കിൽ എന്തിനായിരിക്കും ഇത് കൊടുക്കുന്നത്? പിന്നെ ഞാൻ എന്നിട്ട് മകനെ തിരിഞ്ഞു നോക്കാത്ത ഞാൻ ഈ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് പറയുന്ന ഒരു കാര്യമാണ്. പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പൈസ അയച്ചു കൊടുത്ത് അത് വാങ്ങി എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അർഹതയല്ലേ, അല്ല അവകാശമല്ലേ ആ കുഞ്ഞിനെ കാണുക എന്നുള്ളത്. കൊച്ചിനെ കാണിച്ചു കൊടുക്കൂലേ? കൊച്ചിനെ കാണിച്ചു കൊടുക്കുന്നത് ആ പൈസയ്ക്ക് മാത്രം ഒരു ഡിമാൻഡ്. അത് എന്ത് തരം ഡിമാൻഡാണ് ചിഞ്ചു? മോശമല്ലേ? മാത്രവുമല്ല, ഈ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടാഗ് ചെയ്ത് അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് ചെയ്യും? നിന്റെ കാര്യങ്ങളും എടുത്ത് പബ്ലിക്കിലിടും. ഒരു സൈഡ് ചൊറിഞ്ഞുകൊണ്ടിരുന്ന മറ്റേ സൈഡ് മൗനമായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. നമുക്കിടയിൽ ഇപ്പോൾ ഞാനും നീയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. ആ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ചിലപ്പം വല്ലതും പറയും, നീയും തിരിച്ച് പറയും. ഞാൻ പറഞ്ഞത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പബ്ലിക്കിൽ ഇട്ട് കൊടുത്താൽ നീ പറഞ്ഞതിനും അയാളിൽ എവിഡൻസ് ഉണ്ടാവും, അയാൾ അത് പറയും. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ പലരും ശ്രമിക്കും. നീയും ശ്രമിക്കും, അദ്ദേഹവും ശ്രമിക്കും. ഈ 2 പേരും തമ്മിലുള്ള ഈ ക്ലാഷ് ഞങ്ങളൊക്കെ ആസ്വദിക്കും. ഞങ്ങൾക്കത് തമാശയാണ്, കാണാൻ നല്ല രസമാണ്. അതിനപ്പുറം ഇതൊരു പ്രയോജനവും ചെയ്യത്തില്ല. അമ്മയെക്കുറിച്ച് ചീത്ത പറയുന്ന അച്ഛൻ്റെ വീഡിയോ അവിടെ കിടക്കും, അച്ഛനെക്കുറിച്ച് ചീത്ത പറയുന്ന അമ്മയുടെ വീഡിയോ അവിടെ കിടക്കും. വളർന്നു വരുന്ന കുഞ്ഞിന് അത് ഏറ്റവും വലിയ നാണക്കേടുമായിരിക്കും. എന്നാണ് നിങ്ങൾക്കൊക്കെ നേരം വെളുക്കുക? ഈ ഇടയിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ കൂട്ടുകാരന്മാരുണ്ടല്ലോ, എക്സ് കൂട്ടുകാരൻ എന്ന് പുള്ളി പറയുന്നു, അയാളോടുള്ള ശത്രുത കൊണ്ടാണ് തൻ്റെ അടുത്തേക്ക് വരുന്നതെന്നുള്ള സാമാന്യബോധം തനിക്കില്ല. എടോ, തന്നെ വാരി അണച്ചൊരു ഉമ്മ അവൻ തന്നതൊന്ന് ഓർത്തു നോക്കണോ? ഒരു നിമിഷത്തേക്ക് അതൊന്ന് ഓർത്തു നോക്കിയാൽ അവൻ പറഞ്ഞ തെറിയോ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ അവൻ അത്രയും സ്നേഹത്തോടെ വാരി പുണർന്നൊരു ഉമ്മ തന്നത് ഒന്ന് ഓർത്തു നോക്കണോ? തനിക്ക് എങ്ങനെയാണ് അവനെ പറ്റി മോശം പറയാൻ തോന്നുന്നത്? ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ സന്തോഷമായി ജീവിച്ചിട്ടുണ്ടോ? അവൻ അങ്ങനെ പറയാതിരിക്കും തിരിച്ചും. പക്ഷേ ഈ ഒരു ഓഡിയോ, ഈ ഒരു വീഡിയോ ഞാൻ അത് എടുക്കുമ്പോൾ എനിക്ക് ആദ്യം ദേഷ്യം വന്നിരുന്നു. പക്ഷേ അതിനകത്ത് അവൻ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ അവളുടെ ലെവലിലേക്കുള്ളൊരു ഭർത്താവല്ല, അതുകൊണ്ടാണ് അവൾ എന്നെ ഇട്ടിച്ച് പോയത്, അവൾക്ക് കുറവുണ്ടെന്ന് ഞാൻ പറയത്തില്ല. അവൻ എവിടെ നിൽക്കുന്നു, താൻ എവിടെ നിൽക്കുന്നു? ഇടയ്ക്ക് നിന്ന് മൂട്ടാൻ പലരും ഉണ്ടാവും. അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. എന്ത് തോന്നിവാസവും പറഞ്ഞാളെ. നിങ്ങൾക്ക് അയാളെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ സ്വഭാവം ഇതാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ്റെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡൊക്കെ ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തയ്യാറാകണം. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. സ്നേഹം എന്ന് പറയുന്ന ഒരു കണക്കിന് ത്യാഗമാണ്. അവന് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കുക, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ സാക്രിഫൈസ് എന്ന് പറയുന്നത്. അതൊരു തരം ശരിക്കും പറഞ്ഞാൽ നല്ല പ്രണയം അതാണ്. നമ്മൾ അങ്ങനെ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആ സക്സസ് അവിടെ ഉണ്ടാവും. അല്ല വെച്ചാൽ അതെന്നും ഒരു പ്രശ്നം തന്നെയാണ്. പരസ്പരം വെല്ലുവിളിക്കുന്നതല്ല സ്നേഹം,
പരസ്പരം ചെളിവാരി എറിയുന്നതല്ല സ്നേഹം. നിങ്ങൾക്ക് അവനോട് പ്രണയമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞ് കിട്ടിയത്. എങ്ങനെ പ്രണയിച്ചു എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന കേസാണ്. പ്രണയത്തിന്റെ ബാക്കി പത്രമാണ് ആ കുഞ്ഞ്. രണ്ടുപേരും കൂടെ നല്ലപോലെ അധ്വാനിച്ചുണ്ടായതാണ് ആ കുഞ്ഞ്. അവന്റെ എഫർട്ട് ഇല്ല എന്ന് പറയരുത്. അവൻ പറയുന്നുണ്ട് അവന്റെ വീട് വരെ പണയം വെച്ചിട്ടാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൻ ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അച്ഛൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. അമ്മയ്ക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ടോ അത്രത്തോളം അച്ഛനുമുണ്ട്. അയാൾക്ക് കുഞ്ഞിനെ കാണാൻ അനുവാദം കൊടുക്കാതെ അയാളെ കുഞ്ഞിനെയും കൊണ്ട് നീ ചുറ്റിയിട്ട് ആ പൈസ വേണമെന്ന് പറയുന്നത് എന്ത് വൃത്തികെട്ട പരിപാടിയാണ്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. മിക്കവാറും വിവാഹമോചനങ്ങളിൽ നടക്കുന്ന ഒരു കോമൺ പ്രോബ്ലമാണിത്. മിക്കവാറും വിവാഹമോചനങ്ങളിൽ നടക്കുന്നതാണ്. വിവാഹം കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം, എന്തൊരു ഉത്സാഹം, ഡാൻസ്, കൂത്ത്, മേളം. ഈ വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവനാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മോശപ്പെട്ടവൻ. അത്രയും മോശപ്പെട്ടവൻ്റെ ഇത്രയും കാലം നീ എങ്ങനെ ജീവിച്ച്? വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവുക, മിണ്ടാതെ പോവുക. മറ്റൊരുത്തി വിവാഹം കഴിക്കുമ്പോഴത്തേക്കാണ് അടുത്ത സൂക്കേട് ഇളവുന്നത്. അവന് മറ്റൊരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാകുന്നത് സഹിക്കാൻ വയ്യ, അവക്കും ഉണ്ടാകുന്നത് അവനും സഹിക്കാൻ വയ്യ. അതെന്താ നിങ്ങൾ അങ്ങനെ? നിങ്ങൾക്ക് വേണ്ടല്ലോ, നിങ്ങൾക്ക് അവളുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല. പിന്നെ അവൾ ആരോടെ ജീവിക്കട്ടെ? അവനെ വേണ്ടല്ലോ, അവന് ആരോടെങ്കിലും ജീവിക്കട്ടെ. നിങ്ങൾക്ക് എന്താ? നിങ്ങൾ എന്തിനാ പിന്നെ തിരിച്ചു പോകുന്നത്? സാധാരണ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, മിക്കവാറും ഡിവോഴ്സ് ആയതിനു ശേഷം ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മൂത്ത ആളെ കാണാറുണ്ടോ? ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. എനിക്ക് ഇഷ്ടമേ ഇല്ല അങ്ങനെ ചോദിക്കുന്നത്. അതെന്തിനാണ് അയാളുടെ കാര്യം ഞാൻ പിന്നെ അന്വേഷിക്കുന്നത്? ഞാൻ വിട്ടു കഴിഞ്ഞ കേസാണ്. എൻ്റെ അടുത്ത് അയാളുടെ കാര്യം എന്തിനാണ് ചോദിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ദേഷ്യം. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ പോയ കാര്യം, അങ്ങേര് എവിടെ പോയി, എന്തിനു പോയി, ആരോടെ പോയി, എപ്പോൾ, എങ്ങനെ, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? അതല്ലേ നിങ്ങൾക്കൊരു ഞാൻ അന്വേഷിക്കാറില്ല. അതാണ് എൻ്റെ ഏറ്റവും പീസ്ഫുൾ ലൈഫ്. ഞാൻ അങ്ങോട്ട് നോക്കാറേ ഇല്ല. കുട്ടിയെ കാണണമെന്ന് പറഞ്ഞാൽ കൊണ്ട് കാണിച്ചു കൊടുക്കും, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞു വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കരുത്. പൈസ തന്നാൽ വാങ്ങിക്കും, തന്നില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. ഞാൻ പെറ്റ കുഞ്ഞിനെ നോക്കാൻ എന്നെ കൊണ്ടാവും. എനിക്ക് മറ്റൊരാളുടെ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കും. പക്ഷെ അയാൾക്ക് കുട്ടിയെ കാണിക്കത്തില്ല, യാതൊരു റെസ്പോൺസ് ചെയ്യത്തില്ല. ഒരു രീതിയിലും സിബിന് വേണ്ടി കോപ്പറേറ്റ് ചെയ്യാത്തൊരു വ്യക്തി യൂട്യൂബ് ചാനലിൽ പോയിരുന്നു പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുറെ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ. വിവാഹമോചനത്തിന് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കും, കോടതിയിൽ വിവാഹമോചനവും നടക്കും, പിന്നെ ഇരുന്നുകൊണ്ട് അവൻ്റെ കുറ്റം പറയും. എന്തിനാണ്? നിങ്ങൾക്ക് വേണ്ടാത്തോണ്ടല്ലേ നിങ്ങൾ ആ പേപ്പറിൽ ഒപ്പിടുന്നത്? കുഞ്ഞ് നിങ്ങൾ മാത്രം ഉണ്ടാക്കിയതാണോ? ആ കുട്ടിക്കും കൂടെ അവകാശമുണ്ട്. നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ നിങ്ങൾ നശിപ്പിക്കുന്ന ആ കുഞ്ഞിന്റെ അഭിമാനമാണ്. അത് ബോധം രണ്ടുപേർക്കും ഇല്ലേ? സിബിന്റെ വിഷയത്തിൽ സിബിൻ ഒരുപാട് മൗനം പാലിച്ച ഒരു വ്യക്തിയാണ്. എത്ര ദിവസമായി? ചിഞ്ചു എന്താ ഉദ്ദേശിക്കുന്നത്? ചിഞ്ചു എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നില്ലല്ലോ. നിങ്ങളുടെ വിവാഹമോചനത്തിന്റെ അന്ന് ഏറ്റവും വലിയ പ്രശ്നം അങ്ങേര് സിഗ്നേച്ചർ ഇടാൻ വരുന്നില്ലെന്നായിരുന്നു. അവൻ വന്നു, സിഗ്നേച്ചർ ഇട്ടു, വിളിച്ച സമയത്ത് ഷാർപ്പ് വന്നു, പൈസ വേണമെന്ന് പൈസ ഷാർപ്പ് ഇട്ട് തന്നു. ഞാൻ വിറ്റ്നസ് ആണ് ഇതിന്. എന്തിനാണ് ചിഞ്ചു ഈ കള്ളം കാണിക്കുന്നത്? എന്ത് വൃത്തികേടാണ്? ഞാനാണ് കസ്റ്റോഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് കോടതിയിൽ ഫയൽ ചെയ്തത്. എൻ്റെ മകനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനാണ് കോടതിയിൽ കേസ് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന്. 2021 ഞാനാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. പുള്ളിക്കാരത്തി അല്ല, ഞാനാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. കാര്യം എൻ്റെ കൂടെ ഇനി ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് നിയമപരമായി പിരിയാം. അപ്പം ഞാനാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനാണ് കേസ് കൊടുക്കുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പല സാഹചര്യങ്ങളിൽ വരാതിരിക്കുന്നു. എനിക്ക് എൻ്റെ മകനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനാണ് കോടതിയിൽ കസ്റ്റോഡിയൻഷിപ്പ് ചോദിച്ച് കേസ് കൊടുത്തത്. സിമ്പിൾ അല്ലേ? പുള്ളിക്ക് കാണാൻ കിട്ടാത്തത് കൊണ്ട് പുള്ളി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ആരായിരുന്നാലും ചിഞ്ചുവിൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നവർ കുറച്ചുകൂടെ ചിന്തിക്കുക. ആ മനുഷ്യന്റെ വിഷമവും വ്യതയും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടിയെ കൊടുക്കില്ലെങ്കിൽ പിന്നെ ചെലവിന് ചോദിക്കരുത്. കുട്ടിയെ കാണാനുള്ള അവകാശം അവനുണ്ട്. കുട്ടിയെ നിങ്ങൾ കാണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ കൂടെ വളർത്തുന്ന കുട്ടിക്ക് അവനെന്തിനാ ചെലവിന് തരുന്നത്? അതൊരു മോശം ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് മകനെ കാണണം, എനിക്ക് എൻ്റെ മോനെ കാണിച്ചു തരാൻ പറ്റുമോ? എത്ര പ്രാവശ്യം ഫോൺ വിളിക്കുന്നറിയോ? പുള്ളിക്കാരത്ത് എൻ്റെ ഫോൺ എടുക്കാറില്ല. അപ്പം മകനെ കാണണമെങ്കിൽ ബേസിക്കലി ആദ്യം ഫോണല്ലേ എടുക്കേണ്ടത്. ഫോൺ എടുത്ത് സംസാരിച്ചാലല്ലേ എനിക്ക് മോനെ കാണാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് കാശ് കിട്ടേണ്ട കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ടല്ലോ, ഒരു 15-20 കാശ് വൈകി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി വിളിക്കും, യൂട്യൂബിൽ കയറി കമൻറ്റ് ചെയ്യും. അതാണ് പുള്ളിക്കാരത്തി ഇനി എൻ്റെ ഇമേജ് ഇങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതാണോ പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം? ഇതൊന്നും എന്നെ തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2022 തോന്നുന്നു ഞാനൊരു മെസ്സേജ് അയച്ചു ഈ പുള്ളിക്കാരത്തിക്ക്, ഒരു വലിയ മെസ്സേജ്. ഞാൻ പറഞ്ഞത്, യു ഡോണ്ട് ഹാവ് ടു ഡു ദിസ് എലോൺ. ഒറ്റയ്ക്ക് ചെയ്യേണ്ട, റയൻ ഒരു അച്ഛൻ വേണം, അവൻ്റെ സ്ഥാനത്ത് നിന്ന് എന്താണോ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, നീ ദയവ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഹാൻഡ് ഇൻ ഹാൻഡ് മുമ്പോട്ട് പോവാം എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരത്തിക്ക് അയച്ച മെസ്സേജ് എൻ്റെ ഫോണിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും ഞാൻ പരസ്യപ്പെടുത്താറില്ല. എന്താണ് ഈ മാസത്തെ പൈസ എന്താ വരാൻ ലേറ്റായി? അത് ലേറ്റായെന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ പോയ ദിവസത്തെ കഥ യൂട്യൂബേഴ്സിന് കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് എഗ്രിമെൻറ്റിലുള്ള കാര്യമാണ്, പൊതുവേദികളിൽ സംസാരിക്കരുന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്തു, എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇപ്പം മകനെ സ്കൂളിൽ ചേർത്തു. ഏത് സ്കൂളാണെന്ന് വെച്ചിട്ട് പറയുന്നില്ല. ഓക്കെ, എന്ത് കോഴ്സാണ്, എന്താണ് അവന് ചെയ്യുന്നത്?
അപ്പം മകന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നു. എന്ത് ട്രീറ്റ്മെൻറ്റ്? തെറാപ്പി, സ്പീച്ച് തെറാപ്പിയാണ് ചെയ്യുന്നത്. എവിടെയാണ് ചെയ്യുന്നത്? എത്ര കാലഘട്ടമുണ്ട് ഈ തെറാപ്പിക്ക്? ഈ ഇൻഫർമേഷൻസ് ഒന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്തു, സ്കൂളിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരും, മുഴുവൻ തുകയും ഞാൻ അടച്ചോളാം, ഫുൾ ഫീസും ഞാൻ അടച്ചോളാം. ഇതാണ് ഞാൻ പറയുന്നത്, മൊത്തം ഞാൻ അടച്ചോളാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ല, ആ അക്കൗണ്ടിലേക്കാണ്, ഞങ്ങളുടെ അക്കൗണ്ടിൽ അയച്ചാൽ മതി കാശ്. ഇപ്പോഴും പറയാണ്, പുള്ളിക്കാരത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരത്തിയുടെ എക്സ്പെക്ടേഷന് പറ്റിയൊരു ഭർത്താവല്ല ഞാൻ, അതാണ് അത്. ഇറ്റ്സ് നോട്ട് ഹെർ മിസ്റ്റേക്ക് അല്ലേ. എനിക്ക് പുള്ളിക്കാരത്തിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന റിയാക്ഷൻസ് ഞാൻ പുള്ളിക്കാരി ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാത്തതുകൊണ്ടാണ്. അയാൾക്ക് പറ്റിയൊരു ഭർത്താവില്ല ഞാൻ, അതുകൊണ്ട് പറ്റിയതാണ്. അല്ല ഒരിക്കലും പുള്ളിക്കാരത്തേക്ക് കുറവുകളുണ്ടെന്നോ കുറ്റമുണ്ടെന്നോ ഞാൻ പറയില്ല. ഈ മോന് എപ്പോഴെങ്കിലും അച്ഛനെ കുറിച്ച് ചോദിക്കും? എന്നെ അറിയില്ലായിരുന്നു എൻ്റെ മകന് കുറച്ച് കാലം വരെ, അതറിയില്ല. സത്യത്തിൽ സങ്കടം തോന്നുന്നു കേട്ടോ സിബിന്റെ അവസ്ഥ ഓർത്താ. ഗ്രേറ്റ് പേഴ്സൺ ആണ്, അവളെ പറ്റി ഒരു അക്ഷരം പറയാൻ തയ്യാറല്ല. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല, അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിൽ പിരിയപ്പെട്ടു എന്നുള്ളതാണ്. ആക്ച്വലി ചിഞ്ചു ഒരു വലിയ ലൂസറാണ്. ഞാനത് എത്രയോ പ്രാവശ്യം ചിഞ്ചുവിനോട് പറഞ്ഞതാണ്. അത്രയും ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് അവൻ. ആ ഡൗൺ ടു എർത്ത് ക്യാരക്ടറാണ്. ചില നേരം അവന് ദേഷ്യം വരാം, അവന് ചൈൽഡിഷാണ്. 21 വയസ്സിലാണ് അവൻ വിവാഹം കഴിക്കുന്നത്. ആ പ്രായത്തിലുള്ള ഒരു പയ്യൻ്റെ ഒരു ഇതായിട്ട് കണക്കാക്കി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതിൻ്റെ തെറ്റുകൊണ്ടാണ് അവർക്ക് തമ്മിൽ പിരിയേണ്ടി വന്നത്. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവർ ചേർന്ന് പോകണമെന്നുള്ളത്. ഇപ്പം എനിക്ക് ഒട്ടും ആഗ്രഹമില്ല കേട്ടോ. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഈ സ്ത്രീ കാർഡ് ഇറക്കല്ലേ, ഭയങ്കര മോശമാണ് കേട്ടോ. ഇതിനകത്ത് സിബിൻ്റെ വിഷയത്തിൽ വിമൺ കാർഡ് വർക്കൗട്ട് ആകത്തില്ല. ഇറ്റ്സ് വെരി നോൺസെൻസ്, ന്യൂയിസൻസ് ആണ്. അവൻ എവിടെയും മോശം പറയുന്നില്ല നിന്നെ. എന്തിനാണ് വേറെ കുറേ പെണ്ണുങ്ങൾ കാണിക്കുന്നത് കണ്ടുകൊണ്ട് കാണിക്കല്ലേ? അവനെ കൊണ്ടും അവൻ അതുപോലുള്ള ആണുങ്ങൾ പറയുന്നത് പോലെ പറയിപ്പിക്കില്ലേ ദയവ് ചെയ്തിട്ട്. കാരണം ഈ ചവിട്ടിയ കടിക്കാത്ത പാമ്പില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? നീയും അവനും വഴക്കുണ്ടാക്കുമ്പോൾ നീ പറഞ്ഞ വേർഡ്സ് അവൻ ഹൈഡ് ചെയ്യണമെന്ന് നീ നിർബന്ധം പിടിക്കരുത്. അവൻ പറഞ്ഞത് മാത്രം നീ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുന്ന തെറ്റാണ്. എന്തൊക്കെ ഡ്രാമകളാണ് കാണിച്ചിരുന്നത് എന്നല്ല. അവൻ അടിച്ചു, പിടിച്ചു, മുറിഞ്ഞു, ഇതൊക്കെ അവൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ വീഡിയോയിൽ കൊടുക്കും. നിങ്ങളത് പോയി കണ്ടാൽ മതി. വീണയുടെ ഇൻ്റർവ്യൂ ആണ്, അതിനകത്തുണ്ട് ഫുൾ. അവൻ പറയുന്നുണ്ട്, A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടെ നിന്ന് സുഹൃത്തുക്കൾ കുതികാലി വെട്ടിയിട്ട് 2 പേർ തമ്മിൽ തല്ലിയിട്ട് ഈ സന്തോഷം കാണുന്ന വൃത്തികെട്ടവന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കഷ്ടം തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ വേദനയും വാല്യൂ മനസ്സിലാവുകയുള്ളൂ. പോക്കൃത്തരം കാണിക്കാതിരിക്കുക. ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അതിൻ്റെ പടിയെ നോക്കി ജീവിക്കുകയാണ്, സ്വസ്ഥമായി ജീവിക്കുകയാണ്. ഇത്രയധികം വിഷമിച്ച് തനിച്ചാക്കപ്പെട്ട ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിക്ക് സഹായത്തിന് കൂട്ടായിട്ട് ഒരു പെണ്ണ് വന്ന് കയറുമ്പോൾ അവർക്കൊപ്പം സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. എന്തിനാണ് അതിനെ ഇങ്ങനെ വലിച്ചു കഴിക്കുന്നത്? ഇതൊക്കെ ഭയങ്കര ബോറാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ സിസ്റ്റം തന്നെ മാറ്റേണ്ടത് ഇതാണ്. ഇന്നത്തെ വ്യവസ്ഥയിൽ 2 പേർക്കും തുല്യ പരിഗണനയാണ്. ഇപ്പം കോടതികളിൽ അങ്ങനെയാണ് നിയമം. അവളുടെ സമ്പാദ്യം എടുത്തു നോക്കും. അവൾക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ അവൾക്ക് ചിലവിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടിക്ക് കൊടുക്കണമെന്നുള്ളത് അവൻ ബാങ്കിലിട്ടാൽ മതി, അവൾക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കണ്ട. അവന് മാസമുള്ള തുക അവിടെ ബാങ്കിൽ കിടക്കും. അവൻ മെച്ചൂർ ആകുമ്പോൾ അവനക്ക് കിട്ടും. ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അവൻ മീറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇതിന് പൊളിച്ചെഴുത്തുകളുടെ അനിവാര്യതയാണ് ഞാൻ പറയുന്നത്. നമ്മളെപ്പോഴും അങ്ങനെയാണ്. കന്യകത്വം പെണ്ണിന് മാത്രം, കന്യകത്വം ആണിനില്ല. അതെന്താ? ആണ് കന്യകനല്ലേ? ആണിൻ്റെ കന്യകത്വം പോകുന്നില്ലേ? ആണ് സെക്കൻഡ് ഹാൻഡ് ആവുന്നില്ലേ? ആണിന് ഈസി ആയിട്ട് പെണ്ണ് കിട്ടുമോ? എവിടെ കിട്ടാനാണ്? ഡിവോഴ്സ് ആയപ്പോൾ ആണിന് പെട്ടെന്ന് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവിടെ കന്യകന് കിട്ടുന്നില്ല, പിന്നെയാണ് നീ ഡിവോഴ്സിക്ക് കിട്ടുന്നത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 2 പേര് സ്നേഹിക്കുന്നു, സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നു, പിന്നെ തമ്മിൽ തല്ലി പിരിയുമ്പോൾ അവരെ കുറ്റങ്ങൾ പറയണം. അതെന്തിനാ? നിങ്ങൾ സ്നേഹിച്ചല്ലേ വിവാഹം കഴിച്ചത്? പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് പ്രണയം തീരുമ്പോഴത്തേക്ക് എന്താണ് ഈ തല്ലും പിടിയും? നിങ്ങൾ പ്രേമിക്കാൻ നമ്മളാരെങ്കിലും പറഞ്ഞു? നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു, വിവാഹം കഴിച്ചു, സ്വസ്ഥമായി ജീവിച്ചാൽ ഒരു കുഞ്ഞുണ്ടായത് സിമ്പിളാണ്. നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണത്. ആ കുഞ്ഞിൻ്റെ സ്വസ്ഥതയെ കരുതിയെങ്കിലും മൗനമായിരുന്നു കൂടെ, പരസ്പരം ചെളിവാരി അറിയാതെ. ഞാൻ സിബിൻ്റെ ഭാഗത്താണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഇങ്ങനൊരു അവസ്ഥയിൽ ഈ ഭാഗം സിബിൻ വന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല അച്ഛാ. മറ്റത്തെ സൈഡ് ഭയങ്കരമായിട്ട് മുന്നോട്ട് വരും. അവസാനം ഇപ്പോൾ വേറൊരു പട്ടി ഷോ നടക്കുന്നുണ്ടല്ലോ, ആ പട്ടി ഷോയുടെ അനുവർത്തനമാകും. അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ആളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അയാൾ ഇത്രയും നാണം കരുതുന്നത്. ഇപ്പോഴും വാ തുറക്കാതെ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. എന്തവർ ചെയ്യുന്നോ അതിൻ്റെ മറുപ്പുറത്ത് ചെയ്യണം. ഇപ്പം സിബിൻ വന്ന് പറയുന്നില്ലേ, സിബിനെതിരെ അവിടെ അറ്റാക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇവിടുന്ന് അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് സിബിൻ വരുന്നില്ല, കൃത്യമായ രേഖ വെച്ച്. അത് പറയാൻ അറിയാതെ പാതിരാത്രി ഇരുന്നു കൊണ്ട് താളം ചവിട്ടിയിട്ട് കാര്യമില്ല. അത് കൃത്യമായി പറയണം. എന്താണ് എനിക്ക് നടന്നതെന്ന് ബോധ്യപ്പെടുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടെ. കുറേ കമൻറ്റോളികൾ ഇതിൻ്റെ പുറകെ നടപ്പുണ്ട്. എന്താണ് നടക്കണമെന്നറിയാം. നിങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു വിഷമമാണ്. 2 വ്യക്തികൾ തമ്മിൽ പരസ്പരം തെറ്റിയാൽ അവർ തമ്മിൽ പറയാൻ സാധ്യതയുള്ളതൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ സിബിൻ ഈ വിഷയത്തിൽ കുറച്ചുകൂടെ മുൻപോട്ടാണ്. അവൻ അനുഭവിച്ച അവൻ്റെ വേദനകളാണ് അവൻ പറയുന്നത്. അടുത്ത കാലം വരെ അതറിയാം. എന്നെ മോനെ അറിയില്ല. അതെന്താ? അതെന്റെ മോനെ അറിയില്ല. നമ്മൾ റെഗുലർ ആയിട്ട് അറിഞ്ഞാലേ ഇതാണ് എൻ്റെ അച്ഛൻ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പം അവനെന്നെ അറിയില്ല. ബേസിക്കലി
ഇപ്പം അവൻ അറിഞ്ഞു തരുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഈ അടുത്തിപ്പം കോടതിയിലാണ് ഞാൻ അവനെ ബാങ്കിലാണ് അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതും ഞാൻ അവനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെടുന്നു. മറ്റത് വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന ഒരു അങ്കിളായിട്ട്. കാര്യം അവനെ എനിക്ക് കാണാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടല്ല. അവൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ ബാംഗ്ലൂർ വരുമ്പോൾ അവരവിടെ ഇല്ല, അവർ വേറെ കൂർഗിലോ എവിടെയെങ്കിലും ഒക്കെ പോകും ട്രിപ്പ് അടിക്കാനായിട്ട്. ഞാനിത് അപ്ഡേറ്റ് ചെയ്യും, ചോദിക്കും ഐ എം കമ്മിങ് ടു ബാംഗ്ലൂർ, ഐ വോണ്ട് മീറ്റ് മൈ സൺ. മെസ്സേജ് കാണും, റെസ്പോണ്ട് ചെയ്തിരിക്കും. ഞാൻ രണ്ടും കൽപ്പിച്ച് പോയിട്ടുണ്ട് അവിടെ. അങ്ങനെ എത്ര സാഹചര്യമാണ് ഇങ്ങനെ അങ്ങനെ കാണാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് പുറത്ത് വന്ന് പറയാൻ എന്താ പറയുക, എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എൻ്റെ സൈഡ് പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റക്കാരാണ്. അത് വേണ്ട. കാര്യം എൻ്റെ മകൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മകനെ പ്രസവിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അന്ന് എൻ്റെ വരുമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വരുമാനമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവൻ അവിടെ ജനിച്ചാൽ മതി. എൻ്റെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഒരു വലിയ ഹോട്ടലാണ്. അന്ന് 4 സ്റ്റാർ ഹോട്ടലാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു SP ഗ്രാൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയ ഹോട്ടൽ, ഒരു വലിയ പരിപാടിയാണ്. അതെൻ്റെ നിർബന്ധമായിരുന്നു. എൻ്റെ മകനെ വാക്സിനേഷന് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ഊബർ നോക്കിയപ്പോൾ ഊബർ കിട്ടാതെ നിവൃത്തിയില്ലാണ്ട് ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയി. അവന് വെയിലടിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടായി. ഞാൻ ഒരു വണ്ടി മേടിക്കണം നിർബന്ധിച്ച് ഒരു കാർ. പക്ഷേ നമ്മൾ വീട് ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തു. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ്. അപ്പോൾ പിന്നെ ആലോചിക്കണം ഞാൻ എന്തോരം ഇമ്പോർട്ടൻ്റ് എൻ്റെ ലൈഫിനെ കൊടുത്തിരുന്നു. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ് എൻ്റെ മോനെ ഇങ്ങനെ, പക്ഷെ നടന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിച്ചടുത്തല്ല. ഞാൻ അതൊക്കെയാണ് ആഗ്രഹിച്ചത്, നടന്നില്ല. പക്ഷേ ഇപ്പം ഞാനത് ആ ലൈഫ് ജീവിക്കുകയാണ്. ഇപ്പം ഞാൻ ആ ലൈഫ് ജീവിക്കുകയാണ്. എനിക്ക് ഇപ്പം ഞാൻ ഉള്ളിടത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ. അവന്റെ കഴിവിന്റെ പരമാവധി അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ജീവിതം സക്സസ് ആക്കാൻ. പക്ഷെ അത് നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് അവൻ അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ആയത്. അതിന്റെ കൃത്യമായ വിവരണം എന്തായിരുന്നുണ്ട്, അത് കറക്റ്റ് ആണല്ലോ. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തൊരു ബന്ധം അദ്ദേഹം തുടർന്നുകൊണ്ട് പോകണം നിർബന്ധം പിടിക്കരുത്. പിന്നെ വിവാഹമോചനത്തിന് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു ബന്ധം വേണ്ടേ? അതെന്താ, അദ്ദേഹം ഇങ്ങനെ ഇരിക്കണമെന്നാണോ? ഒരിക്കലും അല്ല. ബയോളജിക്കൽ നീഡ്സ് ഉണ്ടാകും, അല്ലാതെ തന്നെ സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ടാകും. നമ്മളെപ്പോഴും ഒറ്റപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അത് ശരിയാകുമോ? അപ്പം നല്ല നല്ല മനസ്സും നല്ല സന്തോഷവും ഉണ്ടെങ്കിൽ അവിടേക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒക്കെ വരും. എല്ലാം വരുന്നത് എങ്ങനെയാണ്? മനസ്സിന്റെ സന്തോഷം കൊണ്ടാണ്. എന്നും വഴക്കും ബഹളമുള്ള വീട്ടിൽ, കാരായിട്ടുള്ള വീട്ടിൽ എഴുമ്പേറ്റുണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. രണ്ടുപേർ തമ്മിൽ അമിക്കബിളി സോൾവ് ചെയ്ത ഒരു ഇഷ്യൂവിനെ വീണ്ടും അനാവശ്യമായി പ്രൊവോക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരം വിഷയങ്ങൾ എടുത്ത് ചെയ്യുന്നവർക്ക് അതൊരു കണ്ടന്റ് മാത്രമാണ്. നിങ്ങളുടെ ലൈഫ് ഒരു കണ്ടന്റ് ആക്കണമോ അതോ ഇത് സോൾവ് ചെയ്ത് മുൻപോട്ട് പോകണമെന്ന് ചിന്തിക്കുക. 100% സിബിൻ വിവാഹ ജീവിതവുമായി മുൻപോട്ട് തന്നെ പോകും. അതിനകത്ത് ചിഞ്ചു ഇനി എത്ര താളം ചവിട്ടിയിട്ടും കാര്യമില്ല. സിബിനെ വേണ്ട എന്ന് വെച്ചത് ചിഞ്ചുവാണ്. അവസാന ചാൻസും ഉണ്ടായിരുന്നു. ചിഞ്ചുവാണ് വേണ്ട എന്ന് പറഞ്ഞത്, സിബിനല്ല. തയ്യാറായിരുന്നു, പക്ഷെ ചിഞ്ചു തയ്യാറല്ല. ചിഞ്ചുവിന് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെന്താ പ്രശ്നം? പൈസയോ? അത് കൃത്യമായി അവൻ തരുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിന് ഡിമാൻഡ് ചെയ്യണം. ചോദിക്കാൻ നാണമില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. നീ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ നിനക്ക് നോക്കാൻ പറ്റാത്തത് എന്താ? അയാൾ തരുന്നുണ്ടല്ലോ, ഇല്ലാന്നല്ലല്ലോ. അനാവശ്യം പറയുമ്പോഴല്ലേ അവൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്തിനാണ് ഈ അനാവശ്യം പറയുന്നത്? എൻ്റെ കുഞ്ഞിനെ നോക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനെ കെയർ ചെയ്യുന്നില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് പോലും അവന് പെർമിഷൻ ഇല്ല. താഴെ കാർ പാർക്കിങ്ങിലേക്കാണ് കൊച്ചിനെയും കൊണ്ട് ചെല്ലുന്നത്. അകത്തേക്ക് വിളിച്ച് ഇരുത്താൻ പറ്റാത്ത തരം ശത്രുവായോ അവൻ? ഭർത്താവായിരുന്നില്ലേ ഒരിക്കൽ? ശരി, ഇനി അങ്ങനെ വേണ്ട. നല്ലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് കാണിക്കാമല്ലോ. ഇൻസൾട്ട് അപ്പുറത്ത് ചെയ്യുമ്പോൾ ഇപ്പുറത്തും ഇൻസൾട്ട് ചെയ്യാൻ തോന്നും. അത് മനസ്സിലാക്കുക. ഇതിൽ ബാധിക്കപ്പെടുന്ന കുട്ടികളാണ്. ഇനിയിപ്പം ആര്യയുടെ കുഞ്ഞിനെ ആയിരിക്കും എല്ലാവരും കൊണ്ട് ടാർഗറ്റ് ചെയ്യുക. എന്തിനാണ്? അവർക്ക് ജീവിക്കണ്ടേ? ഞാനിത് നേരിട്ട് കാണുകയാണ്. പല കാര്യങ്ങൾ പല മറ്റു വിഷയങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അടുത്ത ബന്ധത്തിൽ ജനിച്ച കുഞ്ഞിൻ്റെ തലയിലോട്ട് വാഞ്ഞു കയറുന്നതാണ്. എന്താ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് വ്യക്തിത്വമില്ല. അവർ കുഞ്ഞായിട്ട് നിങ്ങൾ പരിഗണിക്കത്തില്ലേ? ഇതിന് മാത്രമേ ഉള്ളൂ ഒരു കൺസിഡറേഷൻ. ആദ്യ വിവാഹം ഒരു പരാജയമാണെന്ന് ഇത്തരത്തിലുള്ള വൾഗാരിറ്റി കൂടെ കാണുമ്പോൾ പൂർണ്ണ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പരസ്പര സഹകരണത്തോടു കൂടി പിരിഞ്ഞ ഒരു വിഷയത്തിൽ പിന്നെയും കിടന്ന് കുത്തിക്കഴപ്പ് കാണിക്കണ എന്തിനാണ്? പിന്നെ എനിക്ക് ഇത്ര വേണം, എനിക്ക് അത്ര വേണം എന്ന് പറയാൻ നിങ്ങളെ അവൻ നന്നായി നോക്കി എന്നുള്ളൊരു തെളിവല്ലേ അവൻ വയ്ക്കുന്നത്. ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, ആ എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ മീറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രസവത്തിന് നിങ്ങൾ മീറ്റ് ചെയ്തതല്ലേ? അതിൻ്റെ ഇത് ബില്ല് അവൻ്റെ കൊടുക്കണ എന്ത് അടിസ്ഥാനത്തിലാണ്? അപ്പം നിങ്ങൾ എന്തായിരുന്നു അവിടെ? ഈ വിവാഹത്തിന് ശേഷം നഷ്ടപരിഹാരം ചോദിക്കുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഈക്വൽ ടു മറ്റേ അഭിസാരികളാണ്. കാരണം അവർ അഭിസാരിക വൃത്തിയാണ് ചെയ്തത്. വീട്ടുജോലി അഭിസാരിക വൃത്തിയും ചെയ്തതിനുള്ള പേയ്മെന്റാണ് ചോദിക്കുന്നത്. ഞാൻ അവിടെ പങ്കാളിയായിരുന്നു, ഇണയായിരുന്നു. ആ ബോധ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വേണം പെൺകുട്ടികളെ അങ്ങോട്ട് വിടാൻ. അവിടെ ചെന്ന ശേഷം ഞാൻ അവിടെ വീട്ടുജോലി ചെയ്തതിൻ്റെ കണക്ക് എനിക്ക് പൈസ താന്ന് പറയുന്നത് യച്ഛത്തരമാണ്. നിങ്ങൾ തിന്നില്ലേ? നിങ്ങൾ വസ്ത്രം കൊടുത്തില്ലേ? നിങ്ങളെ എക്സ്പെൻസ് അവർ മീറ്റ് ചെയ്തില്ലേ?
നിങ്ങളൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ വാടക ഇനത്തിൽ എത്ര രൂപ കൊടുക്കണം? ഇത് രണ്ട് ഭാഗവും നമ്മൾ പറയണം എന്നുള്ളതാണ്. സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണെങ്കിൽ വാങ്ങുന്നതും തെറ്റാണ്, രണ്ടും തെറ്റാണ്. അപ്പോൾ ഈ വാങ്ങിയതിന് വേണ്ടിയിട്ട് പരാതി കൊടുക്കുന്നവർക്ക് കോടതി കർശനമായി മറ്റവർക്കും പരാതി കൊടുക്കണം, മറ്റവർക്കെതിരെ ആക്ഷൻ എടുക്കണം. നിങ്ങളെന്തിനു കൊടുത്തു? പാടില്ല എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥ നിങ്ങളെന്തിനു കൊടുത്തു? ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിൻ്റെ ക്ലൗസും കൂടെ നോക്കണം. ഈ രണ്ട് ഭാഗവും തെറ്റാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നിടത്ത് മതനിയമങ്ങൾ നിങ്ങൾ ചേഞ്ച് ആക്കണം. മതത്തിൽ ഈ വിവാഹത്തോടു കൂടി കിട്ടുന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ സ്വത്ത്, വിവാഹത്തോടെ കിട്ടുന്നതാണ്. അതായിക്കോട്ടെ, അത് സ്വത്താണ് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ചെയ്ത് എഴുതിയെടുക്കുക. അതോടെ തീർക്കണം അവിടെ പ്രശ്നം. അല്ലാതെ അതിൽ നിന്ന് എടുക്കുന്നത് കുറ്റം, അതിൽ നിന്ന് തൊടുന്നത് കുറ്റം. മുൻപോട്ട് രണ്ടുപേർക്കും ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു വീട് വയ്ക്കാനായിരിക്കും ചിലപ്പോൾ സ്വർണ്ണമൊക്കെ എടുത്ത് വയ്ക്കുന്നത്. വീട്ടിൽ തുല്യാവകാശം എഴുതി കൊടുത്താലേ വീട് വയ്ക്കാൻ പൈസ കൊടുക്കാവുള്ളൂ. നിങ്ങൾക്ക് ബോധമില്ലാതെ നിങ്ങൾക്ക് ക്ലവറായി ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിനെ സമൂഹത്തിലേക്ക് ഇട്ടുതരരുത്. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇതാണ്. ഒരുപാട് ആണുങ്ങൾ ഈ വിവാഹമോചനം എന്ന ഒരു സംഗതിക്ക് ശേഷമുള്ള ഭാരിച്ച തുക കെട്ടിവെക്കുക എന്നുള്ള ഒരു ഭ്രാന്തിൽ പെട്ട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ അവരോട് ഡിമാൻഡ് ചെയ്യുന്നത് കോടതി? എന്ത് വൃത്തികെട്ട ഒരു സംവിധാനമാണെന്ന് ആലോചിച്ച് നോക്കിക്കാം. ഇയാൾ വിവാഹം കഴിക്കാൻ പോകുമ്പം അയാൾ 10 പേരെ വിളിച്ച് ചാപ്പാട് കൊടുക്കുന്നില്ലേ? അത് ചിലവല്ലേ? അയാൾക്ക് നഷ്ടമില്ലേ? അയാളുടെ കന്യകത്വം നഷ്ടപ്പെടുന്നില്ലേ? അത് നഷ്ടമല്ലേ? എന്താ പെണ്ണിന് മാത്രമാണോ നഷ്ടം? അയാൾ മാത്രമേ സുഖിച്ചുള്ളൂ? ഈ സിസ്റ്റമേ ചേഞ്ച് ആക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ കുറേ പെണ്ണുങ്ങളുണ്ട്, അയ്യോ ഒരു പണിയുമില്ലാത്ത കുറേ സീരിയൽ കാണുന്ന കുറേ അമ്മച്ചിമാർ പിറകെ നടക്കുകയാണ് ഇതിനെ താങ്ങിക്കൊണ്ട്. ഒരല്പം ബോധം കുറച്ചെങ്കിലും ഇതുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 2 പേർ തമ്മിൽ പിരിഞ്ഞു, അതും കോടതിയിലുള്ള രേഖകളിൽ ഒപ്പിട്ട് കൊടുത്ത് പിരിഞ്ഞു. പിന്നെ ഇനി എന്താ? അവന് ജീവിക്കണ്ടേ? അസൂയയാണിത്. നീ നഷ്ടപ്പെടുത്തിയ ഒരു ജമ്മാണ് സിബിൻ. ആ ജം കിട്ടേണ്ടടുത്ത് കിട്ടി, അത് വെക്കേണ്ടടുത്ത് അവൾ വെച്ചു. അവൾ പൊന്നുപോലെ നോക്കുന്നു. അവൻ്റെ മുഖത്തെ ചിരി, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ്റെ ആ മൊത്തത്തിലുള്ള അവൻ്റെ ലുക്ക്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ എത്രത്തോളം സന്തുഷ്ടനാണ്. മദ്യപിക്കുന്ന ആണുങ്ങളെ തിരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്ത് മോശപ്പെട്ട ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും നമ്മളുടെ സ്നേഹം അവിടെ നമ്മൾ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതിലേക്ക് പോകത്തില്ല. പറ്റാത്തത് നിങ്ങൾക്കാണ്. ഇനി അവൻ അങ്ങനെയാണെങ്കിൽ നീ അതുമായി പൊയ്ക്കോ എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് ഔട്ടാണ് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന നിനക്ക് എന്തടിസ്ഥാനത്തിലാണ് അവനെ കുറ്റം പറയാനുള്ള അർഹത? ഇതുകൊണ്ട് നീ നിന്റെ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നു എന്നാണ്. കുട്ടി കാണിക്കില്ലെന്ന് എന്താ വാശി? പിന്നെന്തിനാ കുട്ടിക്ക് ചെലവിന് ചോദിക്കുന്നേ? കുട്ടി നീ എടുത്തോ. പക്ഷെ അവൻ കസ്റ്റോഡിയൻ ചോദിക്കും, കാരണം അവൻ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ്റെ അവകാശമാണ് നീ നിഷേധിക്കുന്നത്. തെറ്റാണ്. ഇത് തെറ്റായ ഒരു നടപടി തന്നെയാണ്. ഇതെനിക്ക് അനുകൂലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ എനിക്ക് സന്തോഷം, നിങ്ങൾക്കും അടുത്ത അപ്ഡേഷൻ അപ്പോഴപ്പോഴും കിട്ടാൻ പറ്റും. ആ ബെൽ ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിച്ചേക്കണേ. താങ്ക് യു.